കോഴിക്കോട് തിക്കോടിയിൽ യുവതിയെ രാത്രിയിൽ ദേശീയപാതയിൽ ഇറക്കിവിട്ട സ്വകാര്യ ബസ് തടഞ്ഞ് നാട്ടുകാർ. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃതിക ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത്. സ്റ്റോപ്പ് അല്ലാത്ത സ്ഥലത്ത് ഇറക്കിവിട്ടതിനെ തുടർന്ന് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് കോണി വെച്ചാണ് യുവതി ഇറങ്ങിയത്. വൈകുമ്പോഴും സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുമ്പോഴും ദേശീയപാത വഴിയാണ് പോവുക എന്നുള്ളതാണ് ബസ് അധികൃതരുടെ വിശദീകരണം. ബെൻസൺ ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബെൻസൺ, ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? എന്താണ്? സേതുലക്ഷ്മി, കോഴിക്കോട് നിന്നും കോഴിക്കോട് കണ്ണൂർ റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് കക്കോടി. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ അനധികൃതമായി സർവീസ് റോഡ് ഉപയോഗിക്കാതെ ദേശീയപാത വഴി ബസ് പോവുകയും അപ്പോൾ തിക്കോടിയിൽ സർവീസ് റോഡിന്റെ ഭാഗത്ത് തിക്കോടിയിൽ ഇറങ്ങേണ്ട ആളുകളെ ഈ ദേശീയപാതയിൽ തന്നെ ഇറക്കിവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അവിടുത്തെ പതിവ് കാഴ്ചയാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് നമ്മൾക്ക് തിക്കോടി സ്വദേശിയായിട്ടുള്ള ബിജിലെ രാത്രി ഒരു 8 മണിയോട് കൂടി സ്വകാര്യ ബസ് ഇത്തരത്തിൽ ഇറക്കി വിടുകയും പിന്നീട് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കോണി ഉപയോഗിച്ച് ഈ ദേശീയപാതയുടെ മുകളിൽ നിന്നും സർവീസ് റോഡിലേക്ക് ആളെ ഇറക്കുന്ന യുവതിയെ ഇറക്കുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടത്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ആ പ്രദേശത്ത് ഇത് സ്ഥിരം സംഭവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകലും സമാന രീതിയിൽ തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിൽ കോണി ഉപയോഗിച്ച് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂട്ട് എന്ന് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് റൂട്ട് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സർവീസ് റോഡ് വഴിയാണ് സഞ്ചരിക്കേണ്ടത്. പക്ഷേ ഈ സർവീസ് റോഡിൽ തിരക്ക് കൂടുമ്പോഴും അതോടൊപ്പം തന്നെ ഈ ബസ്സുകളുടെ സമയക്രമം തെറ്റുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് സമയം ലേറ്റ് ആകുമ്പോഴും ഇവർ ഇത്തരത്തിൽ ഈ ദേശീയപാത വഴി ബസ് തിരിച്ചുവിടുന്നു. ദേശീയപാത വഴി പോകുമ്പോൾ ഈ സർവീസ് റോഡിൽ ഇറങ്ങേണ്ട ആളുകൾക്കൊന്നും തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം നടന്നു പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ബിജിലിയുടെ സംഭവത്തിൽ തന്നെയാണെങ്കിലും ഇവർ ഈ ബസ് എടുക്കുമ്പോൾ തന്നെ ഈ ബസ് അധികൃതരുമായി അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു തനിക്ക് തിക്കോടിയിലാണ് ഇറങ്ങേണ്ടത്, അപ്പോൾ ഈ ദേശീയപാത വഴി പോയി കഴിഞ്ഞാൽ തനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് കൃത്യമായി അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബസ് ദേശീയപാത വഴി പോവുകയും അവിടുത്തെ ദേശീയപാതയിൽ തന്നെ ബസ് നിർത്തുകയുമായിരുന്നു. പിന്നീട് ഏറെ നേരം, രാത്രി 8 മണിയാണ് സമയം, അപ്പോൾ ഏറെ നേരം ഈ സ്ത്രീ അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നീട് തൊട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരുൾപ്പെടെയാണ് ഇത്തരത്തിൽ കോണി വെച്ച് യുവതിയെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ബസ്, സ്വകാര്യ ബസ്, കൃതിക എന്ന സ്വകാര്യ ബസ്സാണ്, അത് നാട്ടുകാർ തടയുന്ന സാഹചര്യം ഉണ്ടായി. ഇനി സമാന രീതിയിലുള്ള ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സുകളെല്ലാം തന്നെ പൂർണ്ണമായും തടയുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് അപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ പല ദൃശ്യങ്ങളിലും കാണാം, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഏകദേശം ഒരാൾ പൊക്കത്തിൽ ഈ കോണി വെച്ച് ബസ് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ, അത് എത്രത്തോളം ദുരിതകരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് മാത്രമല്ല, അതിലെ ആ റൂട്ടിലല്ല ഈ ബസ്സുകൾ പോകേണ്ടത് എന്നുള്ളതും മറ്റൊരു സത്യം. അപ്പോൾ ഈ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ തീരുമാനം. ഇത്തരത്തിൽ സർവീസ് റോഡിൽ കൂടെ പോകേണ്ട ബസ്സുകൾ വഴിമാറി സഞ്ചരിച്ച് ആളുകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇവരുടെ പെർമിറ്റ് ഉൾപ്പെടെ റദ്ദാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം.